തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിനകത്ത് മനുഷ്യ അസ്ഥികൂടം കണ്ടെത്തി. ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ വാട്ടർ ടാങ്കിനകത്താണ് അസ്ഥികൂടം കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഏത് രീതിയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? രോഹിണി, തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ വാട്ടർ ടാങ്കിനകത്താണ് മനുഷ്യ അസ്ഥികൂടം കണ്ടെത്തിയത്. ക്യാമ്പസിന്റെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്നാണ് വാട്ടർ അതോറിറ്റിയുടെ പഴയ ടാങ്കിനുള്ളിൽ അസ്ഥികൂടം ഇന്ന് ക്യാമ്പസിലെ ജീവനക്കാരൻ ആദ്യം കണ്ടത്. കഴക്കൂട്ടം പോലീസും കഴക്കൂട്ടം ഫയർഫോഴ്സും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ 15 അടി താഴ്ചയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് വാട്ടർ അതോറിറ്റി ഉപയോഗിച്ചിരുന്ന ടാങ്കെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രദേശം മുഴുവനും കാട് പിടിച്ച് കിടക്കുന്ന ഈ മേഖലയിലോട്ട് അല്ലെങ്കിൽ പരിസരങ്ങളിലോട്ടൊന്നും ആരും പോകാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരെങ്കിലും വീണ് മരിച്ചതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമാണോ എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കൂടാതെ തന്നെ ഈ രാവിലെ ഫോറൻസിക് വിഭാഗം എത്തിയതിനു ശേഷം മാത്രമേ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ അസ്ഥികൂടം പുറത്തെടുത്ത് പരിശോധനകൾ നടത്തുമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ വിവരണം കിട്ടിയിട്ടുള്ളത്. വാട്ടർ ടാങ്കിന്റെ മാനുവൽ ഹോൾ വഴിയാണ് അസ്ഥികൂടം കിടക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട്. ഫയർഫോഴ്സിന്റെ സഹായത്തോടു കൂടി രാവിലെ ഫോറൻസിക് വിഭാഗം ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇരുട്ട് പിടിച്ചതിനാൽ കൂടുതൽ പരിശോധനകൾ പുരോഗമിക്കാൻ കഴിയില്ല എന്നാണ് ലഭിക്കുന്നത്. എന്തായാലും നാളെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെത്തി അസ്ഥികൂടം പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. രോഹിണി, ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.